പ്രത്യേകമായ രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയാണ് ഈ പരസ്യങ്ങൾ നൽകിയിട്ടുള്ളത്. 10 വർഷം മുൻപുണ്ടായ ചില പത്രവാർത്തകൾ എന്ന പേരിൽ ഏകപക്ഷീയമായിട്ടും ദേശാഭിമാനിയിലും പാർട്ടി പത്രങ്ങളിലും വന്ന വാർത്തകൾ എല്ലാ പത്രങ്ങളിലും നൽകി രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് പരിശ്രമിച്ചിട്ടുള്ളത്. ഇത് തികഞ്ഞ തെറ്റാണ്. സത്യസന്ധമായ വാർത്തകൾ കൊടുക്കാൻ സർക്കാരിനെയും PRDയെയും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. കേരളത്തിലെ ആരോഗ്യ മേഖലയുടെയും വിദ്യാഭ്യാസ മേഖലയുടെയും തകർച്ച സംബന്ധിച്ച വാർത്തകൾ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തകളുണ്ട്. ഹർഷീനയും ഉഷയും വയറ്റിൽ കത്രികയുമായി വർഷങ്ങൾ കഴിഞ്ഞ കേരളത്തിലെ സ്ത്രീകളാണ്. അവരുടെ കഥ വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട്. അവരുടെ വയറ്റിൽ നിന്നെടുത്ത കത്രികയുടെ ഫോട്ടോ, എക്സ്റേ, അതിന്റെ ചിത്രം പ്രദർശിപ്പിക്കാൻ PRD തയ്യാറുണ്ടോ എന്നറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇത് PRD ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിലുള്ള കള്ളക്കളികൾ അവസാനിപ്പിക്കണം. രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചട്ടുകമായി പ്രവർത്തിക്കേണ്ടവരല്ല PRD ഉദ്യോഗസ്ഥന്മാർ. നിയമാനുസൃതമായിട്ട് പ്രവർത്തിക്കാൻ PRDക്ക് ബാധ്യതയുണ്ട്. ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ UDFും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാഷ്ട്രീയമായും നിയമപരമായും നേരിടുക തന്നെ ചെയ്യും. ഇത് അവസാനിപ്പിക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. തെരഞ്ഞെടുപ്പിലെ പരാജയം, പാർലമെന്റ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലുണ്ടായ ആവർത്തിച്ച പരാജയം, ദയനീയമായ പരാജയം, CPM പാർട്ടിക്കകത്തുണ്ടായ ആഭ്യന്തര കലാപങ്ങൾ, അതിനെല്ലാം മറികടക്കുന്നതിന് വേണ്ടിയാണ് നികുതി പണം ഉപയോഗിച്ച ഈ കുൽസിതമായ പരസ്യങ്ങളിലൂടെ സർക്കാർ പ്രതിപക്ഷത്തെ ആക്ഷേപിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ജനാധിപത്യ മര്യാദയുടെ ലംഘനമാണ്. ഇത് ഓരോ കേരളീയന്റെയും നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള ഈ കപട നാടകം കളിക്കുന്നത്. അതിനെ ഞങ്ങൾ ചെറുക്കും. ജനങ്ങൾ ഇത് മനസ്സിലാക്കി പ്രതികരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പൈസ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പണമല്ല. AKG സെന്ററിലേക്കല്ല ഇതിന്റെ വൗച്ചർ അയക്കുന്നത്. ബില്ല് പേ ചെയ്യുന്ന AKG സെന്ററിൽ നിന്നല്ല, കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ രാഷ്ട്രീയ കസർത്ത് ജനങ്ങൾ തന്നെ മനസ്സിലാക്കി തിരുത്തിക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. ഈ രാഷ്ട്രീയ നാടകം ജനങ്ങൾ മനസ്സിലാക്കി ഇതിനെ തള്ളിക്കളയുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഉറച്ച വിശ്വാസമാണുള്ളത്. നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കും. ഞങ്ങള് നിയമസഭയിൽ PRD എത്ര പൈസ ചെലവാക്കി, പരസ്യത്തിന് എത്ര പൈസ ചെലവാക്കി എന്ന് ഞങ്ങൾ ചോദിച്ചു. പല നിയമസഭാ സമ്മേളനങ്ങളും ആവർത്തിച്ച് ചോദിച്ചിട്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാത്ത, നിയമസഭയിൽ പ്രതിപക്ഷ അംഗങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കാത്ത ഗവൺമെന്റാണ് ഈ കോടികൾ ചെലവഴിച്ച് തങ്ങളുടെ വികൃതമായ മുഖം മിനുക്കാൻ വേണ്ടി വിഫല ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഞങ്ങൾ നിയമപരമായും രാഷ്ട്രീയമായും ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. ഉറപ്പല്ലേ, രാഷ്ട്രീയ ഭരണ നേട്ടങ്ങളില്ല. ശബരിമലയിൽ സ്വർണം കട്ട കേസിൽ ആരാണ് ജയിലിൽ കഴിഞ്ഞത്? ഏതൊക്കെ മാർക്സിസ്റ്റ് നേതാക്കന്മാർക്കാണ് ജാമ്യം കിട്ടാൻ സർക്കാർ ഒത്താശ ചെയ്തത്? അതിനെ സംബന്ധിച്ച് വാർത്തകളില്ലേ? ആ വാർത്തകൾ നൽകാൻ, ആ വാർത്തകൾ കൊടുക്കാൻ, പരസ്യമായിട്ട് ആ വാർത്തകൾ കൊടുക്കാൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് സർക്കാരിനെ. അടിസ്ഥാനരഹിതമാണ്, കളവാണ്, കളവാണ്. പ്രധാനപ്പെട്ട വാർത്തകൾ ഒന്നാണ് അതിനുശേഷം വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുകയും വൈദ്യുതിയുടെ എഗ്രിമെന്റ് UDF ഗവൺമെന്റ് ഉണ്ടാക്കിയ കരാറിനേക്കാൾ അതിന്റെ 3 ഇരട്ടി പൈസയ്ക്ക് വൈദ്യുതി കമ്പനികളുമായിട്ട് കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ മേൽ അധിക ഭാരം ഏൽപ്പിച്ച ഗവൺമെന്റാണ്. വൈദ്യുതി ബോർഡിനുണ്ടായിരുന്ന ബാധ്യതകൾ അതിന്റെ എത്രയോ ഇരട്ടിയായി. എത്രയാണ് വൈദ്യുതി ബോർഡിന്റെ ബാധ്യത കേരളത്തിൽ, കടബാധ്യത? അത് വിശദീകരിക്കാൻ തയ്യാറാവുമോ? ആരോഗ്യരംഗത്തെക്കുറിച്ച് കേരളത്തിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ, ഇടതുപക്ഷ അനുഭാവി നടത്തിയ പരസ്യ പ്രസ്താവന, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, അത് പരസ്യമായി പത്രങ്ങളിൽ കൊടുക്കുമോ? ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്.
അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടത്തിയ പകൽക്കൊള്ള, വെട്ടിപ്പ്, തട്ടിപ്പ് അത് സംബന്ധിച്ച വാർത്തകൾ പരസ്യമായിട്ട് ഗവൺമെന്റ് ആവർത്തിച്ചു കൊടുക്കുമോ? ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്.